കണ്ടോ, നല്ലൊരു കിളിക്കൂട അല്ലേ? കിളിയാളും 5 കിളിയാളും കണ്ടോ, ഒക്കെ ഒരേ ദിശയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. വണ്ടിയിൽ അതേപോലെ ഇവിടെ കോലിങ്ങനെ വെച്ചാണ് കേട്ടോ. കോലിന് അങ്ങനെ ഒരു കോലിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അല്ലോ അവിടെ കുറച്ച് അകലം കിട്ടാൻ വേണ്ടിയിട്ട് ഷീറ്റ് പൊക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കോമഡി അല്ലെങ്കിൽ കൂടാണുമ്പോൾ സംഭവം അതൊന്നല്ല, ഇവിടെ വേറൊരു അതിഥി ഉണ്ടേ. ഇവിടെ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയതാണ്. പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഈ നെറ്റ് ഉണ്ടല്ലേ, ഈ നെറ്റ് ചെറിയ നെറ്റാണ്. അപ്പോൾ ഇതിലൂടെ എല്ലാ ആളും അകത്തായിരിക്കുന്നുണ്ട്. അകത്ത് കയറിയിരിക്കുന്നത് ഇങ്ങനെ നേരെ ഈ ഒരു ഗ്യാപ്പ് ഇതാ, ഈ ഷീറ്റിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ് ആളകത്ത് കയറി. സംഭവം പുറത്ത് പോകാൻ പറ്റണില്ല. അകത്ത് കയറി കൂടിയാറുണ്ട് കാര്യമൊന്നുമില്ല. എങ്ങനെ നോക്കിയിട്ട് ആൾ അങ്ങോട്ട് എത്തണില്ല. ഉള്ള നെറ്റിൻ്റെ എല്ലാ ഗ്യാപ്പ് കൂടിയും പുറത്ത് പോകാൻ നോക്കും. തല കുറച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും. പക്ഷേ ആ പള്ള കുറച്ച് സൈസായതുകൊണ്ടേ അവിടെയാണ് കുടുങ്ങണം. ഏതായാലും ആളിപ്പോൾ വന്നു കൂടി കയറിപ്പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പം ഞാൻ ഏതായാലും താൽക്കാലികമായിട്ടേ അപ്പം നിങ്ങൾ വിചാരിച്ചു ഈ ഇവിടുത്തെ ഒരു ഡോറുണ്ടല്ലോ, ആ ഡോറ് തുറന്നെടുത്താൽ പോലെയെന്നല്ലേ? അത് രസമുണ്ട്. കാരണം നമ്മളെ കൂടെ അല്ല, ഈ വീട്ടുകാർ പുറത്ത് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ചാവി എൻ്റെ കയ്യിലില്ല. ഏതായാലും വിളിച്ചറിഞ്ഞിട്ടുണ്ട്, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവന് നല്ല വിശന്നിട്ടാണല്ലോ ആൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നല്ല വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണം കുറയും. ഇത് ഓൾറെഡി 5 കിളികൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ 5 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ കാട്ടുക? നമ്മളേതായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാമായിരുന്നു, ആയിക്കൂടി പോയിക്കോന്ന് അറിയാൻ. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ കോലെടുത്ത് തോണ്ടിക്കാണ്ട് ആ ബൈക്ക് ഇങ്ങനെ തല വരെ അങ്ങനെ വെച്ചാൽ ഒരു കോലെടുത്ത് കണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടേ നമ്മൾ കുറേ ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഏതായാലും ഈ കാരണത്തരൻ്റെ ജുമിയും പോയിട്ട് അത് വേറെ കരണ്ട് വെള്ളിയാഴ്ചയാണ്. കുറേ ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അതാ ഡോറസ്കരിച്ച് കാണ്ടേ അങ്ങനെ കയറി ഡോറസ്കരിച്ച് കാണ്ടേ ഏതായാലും കഷ്ടം. ആളുണ്ട് പനങ്ങാതിരിക്കണണ്ടില്ലേ? ഇതുവരെ പരാക്രമണമായിരുന്നു കൂട്ടിന് പുറത്ത് കാടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ കുഴങ്ങിയിരിക്കണം. നല്ല രസം. എന്ത് ചെയ്യും മല്ലയ്യ, എന്ത് ചെയ്യും? ഏതായാലും നമ്മളെ രക്ഷപ്പെടുത്തേണ്ടവരെ നമ്മളിവിടെ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ കിളിയാളെ എണ്ണം കുറയുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് കേട്ടോ. അല്ല വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ കിളിയാളെയും കിട്ടണം ജീവനോടെ, അതുപോലെ ഇവനും ജീവനോടെ കിട്ടണം. ആളെ കൊല്ലൊന്നുമില്ല, ആൾ പോട്ടെ, പാവല. ഇവനും പേടിച്ചു, അവനും പേടിച്ചു, ഞാനും പേടിച്ചു. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന് നല്ല വിശപ്പുണ്ടാവും. അത്യാവശ്യം പേടിച്ചിരിക്കുകയാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് കുറേ തല നെറ്റിനുള്ള കൂടെയൊക്കെ പുറത്തേക്ക് ഇടാൻ നോക്കിയിട്ടുണ്ട്. ആ വയറിങ്ങനെ കുടുങ്ങിയോണ്ടേ അത് പുറത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾ വരുമ്പോൾ നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് വേണം കോലെടുത്ത് ഒന്ന് പേടിപ്പിച്ച ആളിങ്ങോട്ട് ഒന്നാണ് ചാടി പോന്നോളും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കേട്ടോ. അപ്പം എന്തായാലും നമ്മളേതായാലും എങ്ങനെ പതിയെ ഇങ്ങനെ മാറി നിൽക്കട്ടെ. അവരൊന്നും ഇപ്പോഴാണ് വരാമെന്ന് അറിയത്തില്ല. കുറേ നേരമായി കിടക്കണം. കിളികളൊക്കെ ഉണ്ടോ? കുറേയൊക്കെ നോർമലല്ലേ? ഈ പുല്ല് വെച്ചിട്ടാണ് അല്ല പുല്ലുണ്ട്. ഈ പുല്ല് എന്തിനു വെച്ചാൽ വേണ്ട, ഇതൊക്കെ കിളികൾ ഉണ്ടാക്കിയ കൂടാട്ടോ. ആ പുല്ല് അടിയിൽ വെച്ചെടുത്തിട്ട് കിളികൾ ഉണ്ടാക്കിയ കൂടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി മുട്ട ഇട്ടിട്ടൊന്നുമില്ലല്ലേ?
അതിന് മുട്ടുണ്ടാവോ? അതിന് മുട്ടൊന്നുമില്ല. അതിന് മുട്ടല്ല. ഈ കിടീൻ്റെ പേരെന്താ? പിഞ്ചസ് അല്ലേ? പിഞ്ചസ്, വൈറ്റ് പിഞ്ചസ് ആണ്. ജുമ കഴിഞ്ഞെത്തിയോ? ജുമ കഴിഞ്ഞെത്തിയല്ലേ? ആള് രക്ഷയില്ല. എവിടെ പോണു? തീരുമാനമായി വെച്ച് കാണും. ജുമാൻ്റെ കൂലിയും കൂടി തരാൻ പറയണോ? ആ അപ്പാക്കൊന്ന് വിളിച്ചാ കണ്ടോ? ജുമൊക്കെ പോയി കേസ്. എന്ത് ചെയ്യും? അപ്പം എത്തിക്കണു, ഇപ്പം എത്തിക്കണു. നീ വിളിച്ചണ്ട. എന്തായാലും ഏതായാലും വെറുതെ ഇരിക്കുക. അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്ത് കേട്ടത്. വേറൊന്നും വിചാരിക്കണ്ട. ഇതിപ്പോൾ ഒരു കണ്ടൻറ് ആക്കാനുള്ളൊരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് സർവ്വസാധാരണയാണെന്ന് എനിക്കറിയാം. ചേരണേ കണ്ടോ? ആ ഒരു അനക്കം മാറിയില്ലല്ലോ. കുറേ നേരമായിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ. ആ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടാൽ, നാവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇട്ടുണ്ടാവില്ല. ജീവൻ ഉണ്ടെന്ന് മനസ്സിലാവും. സംഭവം പേടിച്ചിട്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ക്ഷീണം ഉണ്ടാവും. ഭയങ്കര നല്ലോണം കുഴങ്ങിയിട്ടുണ്ടാവും. പാവണം. ആളെ പേടിച്ചു. അങ്ങനെ ആളെ പേടി. അവിടെ ഒരാൾ വന്നപ്പോൾ എന്നിട്ട് മാറിയതാണ്. കണ്ടോ? ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. അങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ നടക്കണ്ടേ? വയറ് കുടുങ്ങാണ്. കാക്കാ ഞാൻ കണ്ടു കാലം ഇറങ്ങി പോന്നോ. ഞാൻ അവിടെ നോക്കുമ്പോൾ ഇങ്ങനത് ഒന്നും കണ്ടുന്നാ അങ്ങോട്ടല്ല, അതിന് ബാക്കിൽ നിൽക്കും പാമ്പിന്. ഓ പോന്നോ വർഷം പോന്നോന്ന് കാണാൻ പറ്റിയില്ലല്ലോ. സംഭവങ്ങൾ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കണ്ടേ? ആളെ ഒരു ബോർഡെടുത്ത് തന്നെ ഇളക്കിയോട്ടെ. വീടിന് ഓഫാക്കി കഴിഞ്ഞാൽ അപ്പോന് ഓൻ തന്നെ മനസ്സിലാവുന്ന സംഭവം. അല്ല, കുറേ ശ്രമിച്ചു നോക്കുന്നുണ്ട്. നടക്കണ്ടേ നടക്കണ്ടേ നടക്കണ്ടേ. ആ ഏതായാലും ആളെ തീരുണ്ട് കേട്ടോ. എന്താ ഇതന്നെയാണ് സംഭവം. ആ ഡോർ തുറന്നെടുത്താൽ മതി. അപ്പോൾ ഇപ്പോഴും തിന്നിട്ടൊന്നുമില്ല. ഓൻ വന്ന് കുടുങ്ങിയാണ്. കയറിയതാ ഈ ഇതിൻ്റെ മേലെ കൂടി. ഇങ്ങനെ ആയിരിക്കും. ഇതിൽ കൂടെ ഗ്യാപ്പുള്ളൂ. ഞാൻ അവിടെ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആ ഡോറ് തുറന്നുകൊണ്ട് മാറിനാണ് കേട്ടോ. ഓൻ പോയിക്കോട്ടെ. തലൊക്കെ പോകുന്നുണ്ടല്ലോ. തല പോകണുള്ളൂ, തല പോവുള്ളൂ. ഇല്ല. ആ അപ്പം അടച്ചല്ലേ? എത്രങ്ങാനും നേരം ഞാൻ മേലേക്ക് കുറേ ആക്കി കഴിഞ്ഞാൽ ഉണ്ടോ? ഇനി പോയിക്കോളൂ, ഇനി കാണിച്ചു തരാം. ഇനി കോലെടുത്തിട്ട് എന്താണിത്?
ഇപ്പോൾ താഴത്തേക്ക് നിൽക്കുന്നില്ല. ആ നല്ല വിരവാണ് നമ്മളെ അടുത്തേക്ക്. മാറി ആ ഡോറ് തുറന്നിട്ടില്ല. ഫുള്ള് തുറക്കണ്ട. ഡോറ് എന്നാ അവിടുന്ന് മാറുന്നാളാ, ഡോറിൻ്റെ അടുത്ത് മാറുന്നാളാ. പോ ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോ. ചേനയാണത്. എന്നാ. ചേനക്ക് വിഷമില്ലല്ലോ. ചേരക്ക് വിഷമൊന്നുമില്ല. അത് പോരാ, അത്രേ കൂടുള്ളൂ അല്ലേ? അത്രേ പോവുള്ളൂ. അതാണ് പെട്ടത്. ഞാൻ അങ്ങോട്ട് പോ, ഡോറൊക്കെ തുറന്നുകൊണ്ടടാ. ഓൻ കേറി ഓൻ തിന്നാൻ നോക്കിയിട്ടുണ്ടാവും. പിന്നെ ആ സമയത്ത് ഞങ്ങൾ ചുമക്ക് ഇറങ്ങിയത്. പതിയെ കുത്തൊന്നും വേണ്ട, ആ തല ഇങ്ങനെ അതിൻ്റെ ഡോറിൻ്റെ അടുത്തേക്കാണ് ആക്കിയാൽ മതി. ഏതായാലും എത്ര പടച്ച റബ്ബേ. കുടിച്ചെടുക്കേണ്ടി വരുമോ? പമ്പൊക്കെ പുറമേ വല്ല ധൈര്യം ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഐ പുറത്തേക്ക് എത്തിക്കണല്ലോ. അപ്പോഴാ ഡോറിൻ്റെ ഉള്ളിൽ കൂടി തന്നെ. എന്തൊരു കഷ്ടം. ചാട്. അതാ പോണു. ഓൻ പോട്ടെ കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.